ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആവറേജസിലെ മീഡിയനെ പറ്റിയാണ് പഠിക്കുക. മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് കോൾഡ് എ പൊസിഷണൽ ആവറേജ്. അപ്പോൾ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ വിതരണത്തിലെ മധ്യത്തിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ. ഇതിനെ നമ്മൾ പൊസിഷണൽ ആവറേജ് എന്നും കൂടി പറയും. ഇറ്റ് ഈസ് ദ മിഡിൽ മോസ്റ്റ് വാല്യൂ or it is a most central item in the set of values that is arranged in the order of their magnitude. അപ്പോൾ വാല്യൂസിനെ അതിൻ്റെ വലുപ്പത്തിൽ ക്രമീകരിച്ച് ആ ശ്രേണിയിൽ മധ്യത്തിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ. ഇത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൽ നോക്കാം. ഇൻ ഇൻഡിവിജ്വൽ സീരീസ് മീഡിയൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ അപ്ലൈങ് ദ ഫോളോയിങ് ഫോർമുല, ദാറ്റ് ഈസ് മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. അവിടെ n എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വൽ സീരീസിൽ n എന്നാൽ ടോട്ടൽ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുക, തന്നിട്ടുള്ള ഐറ്റത്തെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. n എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണോ, എത്ര ഐറ്റംസ് ആണോ ഉള്ളത്, +1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. അപ്പോൾ നമുക്ക് ഇത്രാമത്തെ ഐറ്റം എന്ന് കിട്ടും. ആ ഐറ്റമാണ് മീഡിയൻ. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കാം. ഒരു 7 വർക്കേഴ്സിൻ്റെ വീക്കിലി വേജസ് തന്നിട്ടുണ്ട്, മീഡിയൻ വേജസ് തന്നിട്ടുണ്ട്. അത് 100, 148, 80, 90, 155, 200, 145. ആദ്യം നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ 80, 90, 100, 145, 148, 155, 200 അങ്ങനെ വരും. അതിനുശേഷം മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. അപ്പോൾ ഇവിടെ മൊത്തം 7 ഐറ്റം ആണല്ലോ ഉള്ളത്. 7 + 1 ഡിവൈഡ് ബൈ 2 4th അല്ലേ, 4ാമത്തെ ഐറ്റം. ഇതിൽ 4ാമത്തെ ഐറ്റമാണ് മീഡിയൻ. 4ാമത്തെ ഐറ്റം എണ്ണി നോക്കുക, 145. അപ്പോൾ ഇങ്ങനെയാണ് മീഡിയൻ ഇതിൽ കാണുക. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കാം. ഇവിടെ 390, 385, 590, 406, 670, 520, 775, 753, 2490, 1500 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 ഐറ്റംസ് ആണുള്ളത്. നോക്കുക അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുക. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ 355, 390, 406, 520, 590, 670, 753, 775, 1500, 2490 അങ്ങനെ മൊത്തം 10 ഐറ്റംസ്. നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഴുതുന്നു. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. ഇപ്പോൾ 10 + 1 11/2 എന്നാൽ 5.5 ഐറ്റം. അപ്പോൾ 5.5th ഐറ്റം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് 5ാമത്തെ ഐറ്റവും 6ാമത്തെ ഐറ്റവും എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 590 + 670, 590 + 670 ഡിവൈഡ് ബൈ 2 1260/2 ഈക്വൽ ടു 630. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യം വന്നാൽ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കാൻ നോക്കാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അവിടെ നമ്മൾ ഡാറ്റേനെ അതിൻ്റെ വലുപ്പമനുസരിച്ച് ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കാം. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ എഴുതാം. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ ടൂത്ത് ഐറ്റം. ഇവിടെ n എന്നാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ വേരിയബിൾസും ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ n എന്നാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഉദാഹരണം നോക്കാം. താഴെ ഇൻകം അതുപോലെ നമ്പർ ഓഫ് പേഴ്സൺസ് തന്നിട്ടുണ്ട്. അപ്പം 100 വരുമാനമുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് 24, 140 25, 75 15, 200 20, 260 6, 190 30 ഇങ്ങനെയാണ് അതുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വാല്യൂസ്, ഈ വേരിയബിൾസ്, ഇവിടെ ഇൻകമാണ്, അതിനെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 75 ആണ്. അതിൻ്റെ ഫ്രീക്വൻസിയും അപ്പോൾ തന്നെ എഴുതാം. 75 15
പിന്നെ 100 24, പിന്നെ 140 25, 190 30, 200 20, 260 6. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടി വരിക. ഇപ്പോൾ ആദ്യത്തെ വാല്യുവിൻ്റെ ഫ്രീക്വൻസി 15 ആണ്. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 തന്നെ. അടുത്തതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ 15ഉം 24 കൂടെ കൂട്ടുക 39. അടുത്തതിൻ്റെ 39ഉം 25ഉം 64. അടുത്ത 64 30ഉം 94. 94ഉം 20ഉം 114. 114ഉം 6ഉം 120. അങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഫ്രീക്വൻസി അല്ല, വാല്യൂസ് ആണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതിൻ്റെ ഓരോ സെറ്റ് ഫ്രീക്വൻസിയും അപ്പോൾ തന്നെ എഴുതുക. ഇപ്പോൾ 75ൻ്റെ ഫ്രീക്വൻസി 15. ഓരോ സെറ്റിൻ്റെ ഫ്രീക്വൻസിയും അപ്പോൾ തന്നെ എഴുതി പോവാം. അതിനുശേഷം മീഡിയൻ സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം. ടോട്ടൽ ഫ്രീക്വൻസിയാണ് n എന്നാൽ. ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി 120 അല്ലേ? 120 + 1 ഡിവൈഡ് ബൈ 2. അപ്പം 120 + 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 60.5 വരും. ഈ 60.5 ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരിക നിങ്ങൾ നോക്കാം. 60.5 വരുന്നത് 64 എന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരിക. അതിൻ്റെ നേർക്കുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ നേർക്കുള്ള വാല്യൂ എത്രയാണ്? 140. അപ്പോൾ ഇവിടെ 140 ആണ് മീഡിയൻ. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ എങ്ങനെ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് എ കണ്ടിന്യൂസ് സീരീസ് മിഡിൽ ഐറ്റം ഈസ് n/2th ഐറ്റം. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള മിഡിൽ ഐറ്റം n/2th ഐറ്റമാണ്. n എന്നാൽ ടോട്ടൽ ഫ്രീക്വൻസി. n/2th ഐറ്റം ഉപയോഗിച്ചാൽ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടും. ഈ മീഡിയൻ ക്ലാസ്സിലാണ് മീഡിയൻ ഉള്ളത്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള മീഡിയൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇൻ്റർപോളേഷൻ ഫോർമുല പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മീഡിയൻ ഈസ് ഈക്വൽ ടു L + n/2 - CF ഡിവൈഡ് ബൈ F ഇൻറ്റു I. L + n/2 - CF ഡിവൈഡ് ബൈ F ഇൻറ്റു I. ഇതിൽ L ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് L എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ n/2 ഉപയോഗിച്ചാൽ മീഡിയൻ ക്ലാസ് കിട്ടും. ആ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് L. n/2 നമുക്കറിയാം ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 2 ആണ്. പിന്നെ ഉള്ളത് CF ആണ്. CF ഈസ് ഈക്വൽ ടു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ജസ്റ്റ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പേ വരുന്ന ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. F സിമ്പിൾ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ സിമ്പിൾ ഫ്രീക്വൻസിയാണ് F. I ക്ലാസ് ഇൻ്റർവെൽ ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ് I. ഇവിടെ നിങ്ങളൊരു ഉദാഹരണം നോക്കുക. കാൽക്കുലേറ്റ് മീഡിയൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് സീരീസ് ആണ്. വാല്യൂസും ഉണ്ടാവും, അതുപോലെ ഫ്രീക്വൻസി ഉണ്ട്. വാല്യൂസ് 0 10 4 10 20 12 20 30 24 30 40 36 40 50 20 50 60 16 60 70 8 70 80 5. നമ്മളിവിടെ മീഡിയൻ കണ്ടുപിടിക്കാനായി 3 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് വാല്യൂ ക്ലാസ് എഴുതാൻ വേണ്ടി ഉള്ളതാണ് ഫസ്റ്റ് കോളം വാല്യൂ. അടുത്ത കോളം ഫ്രീക്വൻസി എഴുതാൻ വേണ്ടിയുള്ളതാണ് F. മറ്റൊരു കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് വേണ്ടിയാണ്. അങ്ങനെ 3 കോളംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചെഴുതുക. അപ്പോൾ ആദ്യത്തെ ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 4. ഫ്രീക്വൻസി തന്നെ 4. ഇനി അടുത്ത ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 4ഉം 12ഉം കൂട്ടുക, 16. അടുത്തതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി 16ഉം 24ഉം കൂടി കൂട്ടുക, അപ്പോൾ 40. അടുത്തത് 40ഉം 36ഉം 76. അടുത്തത് 76ഉം 20ഉം 96. അടുത്തത് 96ഉം 16ഉം 112. അടുത്ത 112ഉം 8ഉം 120. അടുത്ത 120ഉം 5ഉം 125. അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. പിന്നീട് നമ്മൾ ഫ്രീക്വൻസി എല്ലാം കൂടി കൂട്ടുക. അത് n = 125. ഇനി മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ താഴെ ഇക്വേഷൻ കൊടുക്കുക. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n ഡിവൈഡ് ബൈ 2th ഐറ്റം. ദെയർഫോർ മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ്
125/2 ഐറ്റം സീക്വൽ ടു അല്ലെ 62.5 ഐറ്റം എന്ന് കിട്ടും. ഈ 62.5 ഐറ്റം ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരിക നോക്കാം. 76 എന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരിക. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കാം 76. 76-ന് നേർക്ക് വരുന്ന ക്ലാസ് നോക്കാം. 76-ൻ്റെ നേർക്ക് വരുന്ന ക്ലാസ് 30 to 40 ആണ്. അപ്പോൾ മീഡിയൻ ക്ലാസ് 30 to 40. 30 to 40 എന്ന ക്ലാസ്സിലാണ് ഈ മീഡിയൻ ഉള്ളത്. അപ്പം 30-നും 40-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ അതായിരിക്കും മീഡിയൻ. ആ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുക. അത് മീഡിയൻ ഈക്വൽ ടു L + n/2 - CF / F × I. അതിൽ L ഈക്വൽ ടു മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് അല്ലേ 30-40 എന്നതാണ് മീഡിയം ക്ലാസ്. അതിൻ്റെ ലോവർ ലിമിറ്റ് 30 ആണ്. 30 n/2 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. n/2 ഈക്വൽ ടു 60.5. അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പേ ഉള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ മീഡിയൻ ക്ലാസ് 30 to 40 ആണല്ലോ. അതിന് തൊട്ട് മുമ്പേ ഉള്ള ക്ലാസ് 20 to 30 ആണ്. ഈ 20 to 30-ൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. അത് 40. ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 40. പിന്നെ വേണം എഫ്. എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സിമ്പിൾ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ സിമ്പിൾ ഫ്രീക്വൻസി. അപ്പോൾ 30 to 40 ആണ് മീഡിയൻ ക്ലാസ്. അതിൻ്റെ സാധാരണ ഫ്രീക്വൻസി നോക്കുക. അത് 36 ആണ്. 36. ദെൻ ഐ എന്നാൽ ക്ലാസ് ഇൻ്റർവെൽ ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ. മീഡിയൻ ക്ലാസ് 30 to 40 ആണല്ലോ. അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ 40-30 കുറച്ചാൽ മതി. അപ്പോൾ 10. ഐ ഈക്വൽ ടു 10. ദെർഫോർ മീഡിയൻ ഈക്വൽ ടു 30 + 62.5 - 40 ഡിവൈഡ് ബൈ 36 × 10. അപ്പോൾ ഈ 62.5-ൽ നിന്ന് 40 കുറച്ച് 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10 കൊണ്ട് ഗുണിക്കുക. അത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ 30-ൻ്റെ കൂടെ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ 30 + ഈ 62.5-ൽ നിന്ന് 40 കുറയ്ക്കുക. അതിന് ശേഷം 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6.25 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മീഡിയൻ 36.25. അപ്പോൾ ഈ 36.25 എന്നുള്ളത് 30-നും 40-നും ഇടയ്ക്കുള്ള തുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ഇങ്ങനെയാണ് മീഡിയം കണ്ടുപിടിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം മീഡിയം ക്ലാസ് അറിയാൻ വേണ്ടി സൈസ് ഓഫ് n/2 ഐറ്റം ഉപയോഗിക്കാം. അതിനുശേഷം എക്സാക്റ്റ് ആയിട്ടുള്ള മീഡിയം കിട്ടാൻ വേണ്ടി ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കാം. മീഡിയൻ ഈക്വൽ ടു L + n/2 - CF / F × I. L എന്നാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. n/2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 2. CF എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പേ ഉള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. F എന്നാൽ സിമ്പിൾ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയം ക്ലാസിൻ്റെ സാധാരണ ഫ്രീക്വൻസി × I ക്ലാസ് ഇൻ്റർവെൽ ഓഫ് ദി മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ. ഓക്കെ. ആവറേജസിലെ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻറ്റർ ടെൻഡൻസിയിലെ മൂന്നാമത്തെ ആവറേജാണ് ദാറ്റ് ഈസ് മോഡ്. മോഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇൻ എ സീരീസ്. ഒരു ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂ ആണ് മോഡ്. ഒരു ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വില ഏതാണോ അതായിരിക്കും മോഡ്. മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഡാറ്റ വാല്യൂ. സോ ഇറ്റ് ഈസ് എ വാല്യൂ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള വാല്യൂ കൂടിയായിരിക്കും മോഡ്. മോഡ് ഒട്ടനവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഷൂ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏത് സൈസിലുള്ള ഷൂവിനാണോ മാക്സിമം ഡിമാൻഡ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഈ മോഡ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇൻ ഇൻഡിവിജ്വൽ സീരീസ് മോഡ് ക്യാൻ ബി ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മാക്സിമം നമ്പേഴ്സ് ഓഫ് ടൈംസ് ഇൻ എ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിലെ മോഡ് എന്നാൽ ആ സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന വാല്യൂ ആണ്. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കുക. ഇവിടെ 41, 42, 45, 44, 45, 48, 50, 45, 47, 50, 56. നമ്മളിത് ജസ്റ്റ് ഇൻസ്പെക്ഷനിലൂടെ ജസ്റ്റ് ഒബ്സർവേഷൻ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും 45 ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ 45 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മോഡ് 45. ഇനി ചില സമയത്ത് നമുക്ക് മോഡ് കൃത്യമായി നിർവചിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇൽ ഡിഫൈൻഡ് എന്നാണ് പറയുക. മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. മോഡ് നമുക്ക് കൃത്യമായി നിർവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചില സംഖ്യകൾ
ഒരേപോലെ ആവർത്തിക്കുന്നുണ്ടാവും. ഇതിൽ 45 3 പ്രാവശ്യം ആവർത്തിച്ചത് കൊണ്ടാണ് 45 എടുത്തത്. ഇനി ഉദാഹരണത്തിന് 42 3 പ്രാവശ്യം ആവർത്തിച്ചാൽ നമ്മുടെ മുമ്പിൽ 2ആയി 42ആയി 45ആയി. അപ്പോൾ നമുക്ക് മോഡ് കൃത്യമായി നിർവചിക്കാൻ കഴിയില്ല. മോഡ് അങ്ങനെ കൃത്യമായി നിർവചിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇക്വേഷൻ എക്സ് ബാർ സീക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. വാല്യൂസ് എല്ലാം കൂടി കൂട്ടുക, അതാണ് സിഗ്മ എക്സ്. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്ര, അതാണ് എൻ. അപ്പോൾ ടോട്ടൽ വാല്യൂവിനെ നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ബാർ അഥവാ മീൻ കിട്ടും. ഇനി മീഡിയം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ സൈസ് ഓഫ് n + 1 ഡിവൈഡ് ബൈ 2th ഐറ്റം. n എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂസിനെല്ലാം ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എഴുതിയതിന് ശേഷം സൈസ് ഓഫ് 1 ഡിവൈഡ് ബൈ 2 എത്രയാണ് നോക്കുക. അത്രാമത്തെ ഐറ്റമാണ് മീഡിയൻ. അങ്ങനെ മീനും മീഡിയനും കിട്ടിയാൽ പിന്നെ നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയം മൈനസ് 2 മീൻ. മോഡ് ഗ്രാഫിൻ്റെ സഹായത്താലും കണ്ടുപിടിക്കാം. മോഡ് ഗ്രാഫിൻ്റെ സഹായത്താൽ കണ്ടുപിടിക്കുന്നതിനായി തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം നമ്മൾ തയ്യാറാക്കുക. ഹിസ്റ്റോഗ്രാം തയ്യാറാക്കിയതിന് ശേഷം ഏറ്റവും ടോപ്പ് ബാറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ നിന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബാറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. പിന്നീട് ടോപ്പ് ബാറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ നിന്ന് അതിന് തൊട്ടടുത്ത് വരുന്ന ബാറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് മറ്റൊരു ലൈൻ വരയ്ക്കാം. ഈ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടോപ്പ് ബാറിലെ ആ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ എത്തിച്ചേരുന്ന എക്സ് ബാറിലുള്ള വാല്യൂ ആണ് മോഡ്. പാർട്ടീഷൻ വാല്യൂസ്, വിഭജന മൂല്യങ്ങൾ. പാർട്ടീഷൻ വാല്യൂസ് ആർ ദ വാല്യൂസ് വിച്ച് ഡിവൈഡ് എ സീരീസ് ഇൻറ്റു നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഒരു ശ്രേണിയെ പല തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്ന മൂല്യങ്ങളെയാണ് വിഭജന മൂല്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുക. There are 4 types of partition values, that is median, quartiles, deciles and percentiles. 4 പ്രധാനപ്പെട്ട പാർട്ടീഷൻ വാല്യൂസ് ആണുള്ളത്. മീഡിയൻ, ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ്. മീഡിയനെ സംബന്ധിച്ച് നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്കിനി പഠിക്കാനുള്ളത് ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ്. 3 പാർട്ടീഷൻ വാല്യൂസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ക്വാർട്ടൈൽസ് ആർ ദ പാർട്ടീഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ഒരു സീരീസിനെ, ഒരു ശ്രേണിനെ 4 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന വാല്യൂസിനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയാം. 4 തുല്യ ഭാഗങ്ങളായി ഒരു സീരീസിനെ വിഭജിക്കണമെങ്കിൽ 3 വാല്യൂസ് ആവശ്യമാണ്. ദർ ആർ 3 ക്വാർട്ടൈൽസ്, ദാറ്റ് ഈസ് Q1, Q2 ആൻഡ് Q3. അപ്പോൾ 3 വാല്യൂസ് ആണുള്ളത്, Q1, Q2 ആൻഡ് Q3. Q2 ഈസ് സെയിം ആസ് മീഡിയൻ. Q2 എന്നുള്ളത് മീഡിയന് തുല്യമാണ്. അപ്പോൾ Q1 നമ്മൾ ലോവർ ക്വാർട്ടൈൽ എന്നും വിളിക്കാറുണ്ട്. ദെൻ Q2 മിഡിൽ ക്വാർട്ടൈൽ, Q3 തേർഡ് ക്വാർട്ടൈൽ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ അപ്പർ ക്വാർട്ടൈൽ എന്നും അതിനെ പറയാറുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഇതിലെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ പാർട്ടീഷൻ വാല്യൂസ് ആണ് ഡിസൈൽസ്. Deciles are the partition values which divide the series into 10 equal parts. ഒരു ശ്രേണിയെ 10 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന വാല്യൂസിനെയാണ് ഡിസൈൽസ് എന്ന് പറയാം. D1, D2, D3, D4, D5, D6, D7, D8 ആൻഡ് D9. ഇതിൽ D5 ഈസ് സെയിം ആസ് മീഡിയൻ. D5 എന്നുള്ളത് മീഡിയന് തുല്യമാണ്. പെർസെൻറ്റൈൽസ് ആർ ദ പാർട്ടീഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ്. ഒരു സീരീസിനെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന വാല്യൂസിനെയാണ് പെർസെൻറ്റൈൽസ് എന്ന് പറയാം. ദർ ആർ 99 വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ്. ഒരു സീരീസിനെ 100 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കണമെങ്കിൽ 99 വാല്യൂ ആവശ്യമാണ്. P1, P2, P3 എക്സെട്ര P99. അങ്ങനെ 99 വാല്യൂസ് ആവശ്യമാണ്. P50 ഈസ് സെയിം ആസ് മീഡിയൻ. P50 എന്ന് പറയുന്നത് മീഡിയന് തുല്യമാണ്.
ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ് കണ്ടുപിടിക്കാൻ നോക്കാം. മീഡിയൻ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ചെറിയ ഓരോ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മീഡിയൻ നമുക്കറിയാം, മീഡിയൻ ഒരു സീരീസിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്ന വാല്യൂസ് ആണ് അല്ലേ. മീഡിയൻ എന്ന് പറയുന്ന ഒരു മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് ഒരു സീരീസിലെ. അത് ഒരു സീരീസിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് ഇത് ഓരോന്നും കണ്ടുപിടിക്കാൻ നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ആദ്യം വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു, പിന്നീട് സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം. അപ്പോൾ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നത് കൊണ്ടാണ് അത് സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. ക്വാർട്ടൈൽസ് ഒരു സീരീസിന് 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നത് കൊണ്ട് n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. ക്വാർട്ടൈൽസ് നമുക്കറിയാം, 3 ക്വാർട്ടൈൽസ് ആണുള്ളത്, Q1, Q2 ആൻഡ് Q3. Q1 is equal to size of n+1 divided by 4th item. 2ന്റെ സ്ഥാനത്ത് എന്തായി? 4 ആയി. ഇനി Q2 കണ്ടുപിടിക്കുമ്പോൾ Q2 is equal to size of 2n+1 divided by 4th item. അപ്പോൾ 2ഉം 4ഉം തമ്മിൽ ഡിവിഷൻ നടത്തിയാൽ 2 തന്നെ വരും അല്ലേ. 2 കട്ട് ചെയ്താൽ ഇവിടെ 4നെയും കട്ട് ചെയ്താൽ പിന്നെ 2 വരിക. അപ്പോൾ ഇത് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം, അത് നമുക്കറിയാം മീഡിയൻ ആണ്, മീഡിയന് തുല്യമാണ്. പിന്നെ Q3 എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് 3 നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് എഴുതണം. 3 × n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. അപ്പം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ ഓർമ്മയുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതും. ഇതും ഇവിടെയും അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്നിട്ട് Q1 ഈസ് ഈക്വൽ ടു നോക്കാം. ഈക്വേഷൻ വെച്ചിട്ട് ഓരോന്നും നോക്കി ചെയ്യുക. ഡിയർ സ്റ്റുഡൻസ്, പാർട്ടീഷൻ വാല്യൂസിൽ ഒരു പ്രോബ്ലം നിങ്ങൾ നോക്കാം. കാൽക്കുലേറ്റ് Q1, Q3, D3, D8, P20 ആൻഡ് P60 ഫ്രം ദി ഫോളോയിങ്. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസിൽ നിന്ന് Q1, Q3, D3, D8, P20, P60 മുതലായവ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള വാല്യൂസ് 59, 53, 55, 25, 26, 28, 32, 36, 40, 43, 42, 41 ആൻഡ് 56. നമുക്കറിയാം, പാർട്ടീഷൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ 25, 26, 28, 32, 36, 40, 41, 42, 53, 55, 56 ആൻഡ് 59. അതിനുശേഷം n എത്രയാണെന്ന് നോക്കാം. n ഈസ് ഈക്വൽ ടു 12. നമ്പർ ഓഫ് ഐറ്റംസ് 12 ആണ്, അതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 12. പിന്നീട് നമുക്ക് Q1 കണ്ടുപിടിക്കണം. Q1 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ Q1 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. ദർഫോർ Q1 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ്, മൊത്തം 12 ഐറ്റംസ് ആണല്ലോ ഉള്ളത്, 12 + 1 ഡിവൈഡ് ബൈ 4th ഐറ്റം. അപ്പോൾ അതിൻ്റെ നമുക്ക് 3.2 5th ഐറ്റം എന്ന് കിട്ടും. 3.25. ഈ 3.25 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 3.25 ഐറ്റം എന്നാൽ അത് മൂന്നാമത്തെ ഐറ്റത്തിലും 4ാമത്തെ ഐറ്റത്തിലുമായിട്ടാണ് ഉള്ളത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് 3ാമത്തെ ഐറ്റം പ്ലസ് 0.25 ഇൻറ്റു 4ാമത്തെ ഐറ്റം മൈനസ് 3ാമത്തെ ഐറ്റം. അപ്പോൾ 3ാമത്തെ ഐറ്റം 28 പ്ലസ് 0.25 ഇൻറ്റു 4ാമത്തെ ഐറ്റം നോക്കാം 32 മൈനസ് 3ാമത്തെ ഐറ്റം 28. അപ്പോൾ 28 പ്ലസ് 0.25 ഇൻറ്റു 4 ഈക്വൽ ടു 28 പ്ലസ് 1, Q1 ഈസ് ഈക്വൽ ടു 29. ഇനി Q3 നോക്കാം. Q3 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 3 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. അപ്പോൾ 3 ഇൻറ്റു 12 1 13, 13/4 3.25, 3 ഇൻറ്റു 3 9, 9.75 ഐറ്റം എന്ന് കിട്ടും. 9.75 ഐറ്റം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് 9ാമത്തെ ഐറ്റം പ്ലസ് 0.75 ഇൻറ്റു 10ാമത്തെ ഐറ്റം മൈനസ് 9ാമത്തെ ഐറ്റം. അപ്പോൾ 9ാമത്തെ ഐറ്റം നോക്കാം, നമ്മൾ എണ്ണി നോക്കാം. 9ാമത്തെ ഐറ്റം 53 ആണ്. 53 പ്ലസ് 0.75 ഇൻറ്റു 10ാമത്തെ ഐറ്റം 55 മൈനസ് 9ാമത്തെ ഐറ്റം 53. അപ്പോൾ 53 പ്ലസ് 0.75 ഇൻറ്റു 2 ഈക്വൽ ടു 53 പ്ലസ് 1.5 54.5 എന്ന ആൻസർ കിട്ടും.